നേടുന്ന പൗരഗാഥ പാടുവാൻ, പ്രാണനിൽ കെടാതെ കാത്ത സമരവീര്യമേകുവാൻ, കണ്ണു രണ്ടും നീതിബോധ പന്തമാക്കുവാൻ, രക്തദാഹികൾക്കു പേടി സ്വപ്നമാകുവാൻ, ഇടതു വലതു മുന്നണി അടിതകർന്നു നിൽക്കവേ പുതിയൊരീണമായി ഭാവമായി കേരളക്കരയ്ക്കു ശാപമോക്ഷമായി കൂരിരുൾ കെടുത്തു മുഗ്രസൂര്യനായി BJP. കാട്ടാക്കട നിയോജക മണ്ഡലം രൂപീകൃതമായിട്ട് ഇത് രണ്ടാം തെരഞ്ഞെടുപ്പ് അംഗമാണ്. ആദ്യ അംഗത്തിൽ ജയം UDF-നൊപ്പം നിന്നു. ജയിച്ചു കയറിയ N ശക്തൻ ഡെപ്യൂട്ടി സ്പീക്കറും പിന്നീട് സ്പീക്കറുമായി. മറുവശത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴച്ച കോൺഗ്രസ് തോറ്റു തുന്നം പാടി. എന്നാൽ തോൽവിയിലും തലയുയർത്തുന്നത് BJP സ്ഥാനാർത്ഥിയായിരുന്ന N കൃഷ്ണദാസാണ്. അതുവരെ BJPക്ക് ഏറെ അടിത്തറയില്ലെന്ന് കരുതിയിരുന്ന കാട്ടാക്കടയിൽ കൃഷ്ണദാസ് പിടിച്ച 22,560 വോട്ട് സൃഷ്ടിച്ചത് ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ തേരിലേറിയാണ് വീണ്ടും ഒരംഗത്തിനായി PK കൃഷ്ണദാസ് കാട്ടാക്കടയിലേക്ക് എത്തുന്നത്. തെളിവാർന്ന പുഞ്ചിരിയും സൗമ്യമായ പെരുമാറ്റവും കൊണ്ട് ഏവരെയും വശീകരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് PK കൃഷ്ണദാസ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ പാനൂരിൽ നിന്ന് തെക്കേ അറ്റത്തെ കാട്ടാക്കടയിലേക്ക് എത്തുമ്പോൾ കാലം തേച്ചുമിനുക്കിയ രാഷ്ട്രീയ അനുഭവമാണ് കൃഷ്ണദാസിന്റെ കരുത്ത്. തികച്ചും ഗ്രാമീണ മേഖലയായ കാട്ടാക്കടയിൽ വികസനമെന്നത് വാഗ്ദാനം മാത്രമാണ്. ഇടതു വലത് മുന്നണികളുടെ വാഗ്ദാനങ്ങളിലെ പൊള്ളത്തരങ്ങളെ പൊളിച്ചുകാട്ടിയുള്ള പ്രചരണമാണ് കൃഷ്ണദാസിന്റെ തുറുപ്പുചീട്ട്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP NDA വിജയം ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കാട്ടാക്കട. കാട്ടാക്കടയിലെ BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് 2-3 വട്ടം തന്നെ പ്രചരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ നേരത്തെ തന്നെ പ്രചരണ രംഗത്ത് സജീവമാവുകയായിരുന്നു PK കൃഷ്ണദാസ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നേതാവിനൊപ്പം പരിപാടി അദ്ദേഹത്തോടൊപ്പമാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അദ്ദേഹവുമായി പങ്കുവയ്ക്കാം. കാട്ടാക്കടയിൽ പല തവണ തന്നെ പ്രചരണം പൂർത്തിയായി. ആവേശം ഓരോ സമയം കൂടുകയാണ്. തീർച്ചയായും ഞങ്ങൾ പടിപടിയായി ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെയും ആവേശം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തത് ചുമരെഴുത്ത്, അതുപോലെ ഫ്ലെക്സ് ബോർഡ്, പോസ്റ്റർ, ഈ തരത്തിലുള്ള പ്രചരണമാണ് ആദ്യം നടന്നത്. ആ രംഗത്ത് ഞങ്ങൾക്ക് മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏതാണ്ട് 3 തവണ ഇതിനകം ഗൃഹസമ്പർക്കം പൂർത്തിയായി കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഇന്നലെ 4ാമത്തെ ഗൃഹസമ്പർക്കമായിരുന്നു. അതിൻ്റെ കണക്ക് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും നിയോജക മണ്ഡലത്തിലുടനീളം 147ഓളം ബൂത്തുകളിൽ ഏതാണ്ട് 4 തവണ പ്രവർത്തകന്മാർ ഗൃഹസമ്പർക്കം നടത്തി വോട്ടർമാരെ നേരിട്ട് കാണുകയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ നേതൃത്വത്തിൽ 6 പഞ്ചായത്തിലും പദയാത്രകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ആ പദയാത്രകൾക്ക് ശേഷം പഞ്ചായത്ത് കൺവെൻഷൻ കഴിഞ്ഞു. പഞ്ചായത്ത് കൺവെൻഷന് ശേഷം അപ് ടു ബൂത്ത് ലെവൽ വരെയുള്ള കൺവെൻഷനുകൾ പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷമാണ് ഇന്നലെ വിദ്യാർത്ഥി യുവജന സംഗമം ഉണ്ടായിരുന്നു. ഏതാണ്ട് 3000-ൽ പരം ആളുകൾ ഇതിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡിജി, അതുപോലെ തന്നെ മേജർ രവി, അതുപോലെ ശ്രീശാന്ത് തുടങ്ങിയിട്ടുള്ള പലരും പ്രഗത്ഭരും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തെ വിജയമായിരുന്നു ഈ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള സഹകരണവും സഹായവും. ഇതൊരു പുതിയ ഒരു നല്ലതിൻ്റെ സൂചനയാണെന്ന് ഞങ്ങൾ കരുതുന്നത്. 4-ാം തീയതി അമ്മമാരുടെ, സഹോദരിമാരുടെ വൻ കൺവെൻഷൻ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഇന്ന് നമുക്ക് വിജയപ്രതീക്ഷയും ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ തന്നെ ഈ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ നിയോജക മണ്ഡലത്തിലൊരു മേൽക്കൈ എല്ലാ രംഗത്തും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കവല പൊതുയോഗങ്ങളുടെയും അതും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ ദിവസമാണ്. മറ്റ് 2 മുന്നണികളും ഈ തരത്തിലുള്ള പ്രചരണം ആരംഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഏതായാലും 3 പഞ്ചായത്തുകൾ പിന്നിട്ട് 4ാമത്തെ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്നു. തീർച്ചയായും ഒരു 2011 അങ്ങ് ഇവിടെ മത്സരിക്കാൻ വന്നത് മുതലാണ്
ഇത്രത്തോളം അടിസ്ഥാനപരമായി BJPക്ക് വലിയ ബന്ധമുള്ള വോട്ടുള്ള ഒരു മണ്ഡലമായിട്ട് ഇത് മനസ്സിലാവുന്നത്. പിന്നീട് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വിജയം സുനിശ്ചിതമാവുന്നു എന്ന തരത്തിലേക്ക് പോവുകയാണ്. ഈ കാട്ടാക്കട കഴിഞ്ഞ ഒരു തവണ കാട്ടാക്കട തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരുന്നു മനസ്സിലായത്? പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും? കാട്ടാക്കട തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അന്ന് കാട്ടാക്കട നിയോജക മണ്ഡലം കമ്മിറ്റിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും എന്നോട് ആവശ്യപ്പെട്ടത് കാട്ടാക്കടയിൽ മത്സരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് കാട്ടാക്കടയിൽ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കാട്ടാക്കട നിയോജകമണ്ഡലം എനിക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചത്. എൻ്റെ വ്യക്തിപരമായിട്ടൊരു പക്ഷേ എനിക്ക് കാട്ടാക്കടയിലെ പ്രവർത്തകന്മാരെ നേരിട്ട് അറിയാമായിരുന്നു. അതിന് പ്രവർത്തകന്മാരെ അറിയാം, നേതാക്കന്മാരെ അറിയാം. ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇത് ഗ്രാമീണ നിയോജക മണ്ഡലമാണ്. എൻ്റെ മനസ്സിനിണങ്ങുന്ന ഒരു നിയോജക മണ്ഡലവും കൂടിയാണ് ഈ കാട്ടാക്കട. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ ഈ കാട്ടാക്കട നിയോജക മണ്ഡലം മത്സരിക്കണം എന്ന് പാർട്ടി നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സർവാത്മന സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയുള്ള സ്വീകരണമായിരുന്നു പ്രവർത്തകരുടെയും അനുഭാവികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും പൊതുവേ ജനസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത്തവണ അതിനേക്കാൾ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. വിവിധ സാമുദായിക സംഘടനാ നേതാക്കന്മാരെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയിൽ നേരിട്ട് കാണുകയുണ്ടായി. വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ മൊത്തം ഈ LDFനും UDFനും എതിരായിട്ടുള്ള വിരുദ്ധ തരംഗം വ്യാപകമാണ്, ശക്തമാണ്. അതിനോടൊപ്പം തന്നെ ഈ കാട്ടാക്കടയിൽ അതിനോടൊപ്പം തന്നെ പ്ലസ് ആയിട്ട് ഒരു പൊതുവെ BJPയോടും NDAയോടുമുള്ള ഒരു പൊതു താല്പര്യം ജനങ്ങൾക്കിടയിലുണ്ട്. അത് ഇപ്പോൾ ഏതാണ്ട് 23,000-ഓളം വോട്ട് കഴിഞ്ഞ് 2011 നേടിയിട്ടുണ്ട്. അതിനുശേഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. അതിലേതാണ്ട് 38,000 വോട്ട് BJP കിട്ടി. മാറനല്ലൂർ പഞ്ചായത്തും വിളവൂർക്കൽ പഞ്ചായത്തും BJP ഭരിക്കുന്നു. ഞങ്ങളൊരു 5,000-6,000 വോട്ട് പുതുതായി ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് ഇല്ലാത്ത ജനപിന്തുണ ഈ നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും ഇല്ലാതിരുന്നൊരു ജനപിന്തുണ ഇപ്പം വർദ്ധിച്ചിട്ടുണ്ട്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിവിധ സമൂഹങ്ങളുടെ ഭാഗത്തുനിന്ന്, വിവിധ സമുദായങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു BJPയോട് അനുകൂല ഭാവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വിജയം ഉറപ്പാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇപ്പം ഞങ്ങൾ വിജയവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രചരണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ തങ്ങളുടെ വേദനകൾ നേതാവിനോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല അല്ലേ? വലിയ ബുദ്ധിമുട്ട് ഞങ്ങളെ പോലെ. അപ്പോൾ ഇപ്പം എങ്ങനെയാണ് പോകുന്നത് യാത്ര? ഓട്ടോക്കാർക്കാണ് 50 രൂപ അവിടെ നിന്ന് കൊടുക്കണം, 40 രൂപ 50 രൂപ കൊടുക്കണം. 50 രൂപ 20 ഇല്ലാത്ത ഓട്ടത്തിന് 40 രൂപ 50 രൂപ. ആശുപത്രി പോയിട്ട് വരണമെങ്കിലും നടക്കാൻ പറ്റില്ല. വെള്ളത്തിന് ചെയ്യുന്ന ഇല്ല, വെള്ളമില്ല. പൊങ്ങിയ സ്ഥലമായതുകൊണ്ട് വെള്ളവും കയറില്ല. പൈപ്പിൽ വെള്ളമില്ല. പൈപ്പില് 2 ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ശകലം വരും. രാവിലെ ആകുമ്പോൾ അത് കാണൂല. ഒരു ആഴ്ച കിട്ടുമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം? ഒരാഴ്ചയിൽ ഒരിക്കൽ എന്താ ചെയ്യുക? കിണറില്ല, വെള്ളമില്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടല്ലേ? അത്രയും ദൂരം പോയിട്ട് എടുക്കുന്നല്ലേ?
BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന അനുഭവ സമ്പത്ത് തെരഞ്ഞെടുപ്പിൽ കൃഷ്ണദാസിന് ഏറെ ഗുണകരമാകുന്നുണ്ട്. മണ്ഡലത്തിലെ പ്രവർത്തകരിൽ ഏറെപ്പേരെയും പേരെടുത്ത് വിളിക്കാവുന്ന തരത്തിലുള്ള സൗഹൃദം. പ്രവർത്തകർ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നേതാവിന് പിന്നിൽ അണിനിരന്നുള്ള പ്രചരണം അങ്ങനെ കൊഴുക്കുന്നു. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഇതിനകം തന്നെ 3 വട്ടം പ്രചരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു PK കൃഷ്ണദാസ്. അതിരാവിലെ തുടങ്ങുകയാണ് പ്രചരണം. ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ പ്രവർത്തകർക്ക് നൽകുന്നതോടൊപ്പം ഈ കാട്ടാക്കട മണ്ഡലത്തിലെ ഒരംഗമായി കഴിഞ്ഞിരിക്കുന്നു ഇതിനകം PK കൃഷ്ണദാസ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെയാണ് PK കൃഷ്ണദാസിന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. RSS ആശയങ്ങൾ നൽകിയ മനക്കരുത്താണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അടിത്തറയെന്ന് കൃഷ്ണദാസ് വിശ്വസിക്കുന്നു. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ പാർട്ടി കെട്ടിപ്പടുക്കാൻ മറ്റേതൊരു പ്രവർത്തകനെയും പോലെ ഓടി നടന്ന കൗമാര യൗവനകാലങ്ങൾ. യുവമോർച്ചയുടെ ജില്ലാ സംസ്ഥാന നേതൃനിരയിലേക്കുള്ള വളർച്ച, BJPയുടെ ദേശീയ സെക്രട്ടറി വരെ എത്തി PK കൃഷ്ണദാസ്. ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് സംഘവുമായി ബന്ധപ്പെടാനുള്ള അവസരമുണ്ടായത്. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ സ്വയംസേവകനായിരുന്നു. അയാളുടെ പ്രേരണയാലാണ് ഞാൻ അക്കാലത്ത് എൻ്റെ 8ാമത്തെ വയസ്സിൽ സംഘശാഖയിൽ പോകുന്നു. അന്ന് എൻ്റെ ഗ്രാമം എന്നതിനേക്കാൾ അപ്പുറത്തെ കുഗ്രാമത്തിൽ സംഘത്തിൻ്റെ ശാഖയുണ്ടായിരുന്നു. ആ ശാഖയിൽ പോകാറുണ്ടായിരുന്നു. പിന്നെ ബാലാശാഖ ശിക്ഷകായി, മുഖ്യ ശിക്ഷകായി, അതിനുശേഷം തരണാശാഖയുടെ മുഖ്യ ശിക്ഷകായി അല്പകാലത്തുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അധ്യാപകനായി വന്നതിന് ശേഷം, പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം യുവമോർച്ചയുടെ മണ്ഡലം സെക്രട്ടറിയായി. ഒപ്പം തന്നെ എൻ്റെ BJPയുടെ ബൂത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. ഇതിന് ശേഷം പിന്നെ യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റായി. അതിനുശേഷം ഞാൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി യുവമോർച്ചയിൽ. പിന്നെ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഒടുവിൽ സംസ്ഥാന പ്രസിഡന്റായി. യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായി 2 തവണ ആ ചുമതല വഹിച്ചിരുന്നു. ആ സമയത്തായിരുന്നു കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏതാണ്ട് 40 ദിവസം നീണ്ടുനിന്ന കേരള രക്ഷായാത്ര എന്ന് പറയുന്ന വലിയൊരു പരിപാടി. അന്നത്തെ ആ കാലഘട്ടത്തിൽ യുവമോർച്ച അത്തരം ഒരു പരിപാടി ഏറ്റെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ പ്രവർത്തനമായിരുന്നു. പക്ഷെ അതൊരു വലിയൊരു വിജയമായിരുന്നു. പിന്നെ കേരള രക്ഷായാത്ര ഏതാണ്ട് 40 ദിവസം നീണ്ടു നിൽക്കുന്ന ആ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അവിടെ ഉദ്ഘാടനത്തിന് വെങ്കയ്യജിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ സമാപനത്തിൽ ഞാൻ ഇന്നും വളരെ ആവേശത്തോടു കൂടി ഓർക്കുകയാണ്. ബഹുമാന്യനായ അടൽജിയായിരുന്നു അന്ന് ഞങ്ങളുടെ ഈ പദയാത്രയുടെ സമാപനത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത്. പിന്നീട് BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. പിന്നീടായിരുന്നു ഏതാണ്ട് 1.5 വർഷക്കാലം സംസ്ഥാന സംഘടനാ കാര്യദർശിയായിരുന്നു. പിന്നീട് സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ദേശീയ സമിതി അംഗം, ദേശീയ സെക്രട്ടറി, ഇപ്പോൾ നമ്മുടെ തെലങ്കാന സംസ്ഥാനത്തിൻ്റെ പ്രഭാരിയായിട്ട് ഇപ്പം പ്രവർത്തനം നടത്തുകയാണ്. ഇതാണ് എൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം. ഏതാണ്ട് 8ാമത്തെ വയസ്സിൽ സംഘശാഖയിലേക്ക് പോകുന്നതോട് കൂടിയിട്ടാണ് ഈ പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള എൻ്റെ പ്രവേശനം ആരംഭിക്കുന്നത്. ഭാരതം തിളങ്ങിടുന്ന പൗരഗാഥ പാടുവാൻ, പ്രാണനിൽ കെടാതെ കാത്ത സമരവീര്യമേകുവാൻ, കണ്ണു രണ്ടും നീതിബോധ പന്തമാക്കുവാൻ, രക്തദാഹികൾക്കു പേടി സ്വപ്നമാകുവാൻ, ഇടതു വലതു മുന്നണി അടിതകർന്നു നിൽക്കവേ പുതിയൊരീണമായി ഭാവമായി കേരളക്കരയ്ക്കു ശാപമോക്ഷമായി കൂരിരുൾ കെടുത്തു മുഗ്രസൂര്യനായി BJP. ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളതാണ് കൃഷ്ണൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പ്രസംഗത്തിൽ കണ്ണൂർ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് കണ്ണൂർ എന്ന മണ്ഡലത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കൊത്തളങ്ങളിൽ നടത്താൻ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിരുന്നു. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് സഹിച്ചിരുന്നു ഒരു കാലം. ധാരാളം ബുദ്ധിമുട്ടുകൾ. ഞാൻ മാത്രമല്ല, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ
സംഘത്തിൻ്റെയും സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന BJP ഉൾപ്പെടെയുള്ള സംഘടനകളിലെ പ്രവർത്തകന്മാർ ഒരുപാട് ത്യാഗവും ഒരുപാട് വിഷമങ്ങളും ആ ജില്ലയിൽ അനുഭവിച്ചിട്ടുണ്ട്, ഇന്നും അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഇതുവരെ പരിഹാരമായിട്ടില്ല. ഇപ്പം ഞാൻ ഓർക്കുന്നത് ഞാനൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് അധ്യാപക ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ആ സമയത്തായിരുന്നു തലശ്ശേരി മേഖലയിലെ ആദ്യത്തെ സംഘർഷം ഉണ്ടായത്. അന്ന് RSSനും നിന്നും ഒരു വലിയ വ്യാപകമായിട്ടുള്ള സംഘടനാ പ്രവർത്തനമോ അല്ലെങ്കിൽ അണികളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില പോക്കറ്റുകളായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞുപിടിച്ച് കൊലപാതകങ്ങൾ, അക്രമങ്ങൾ വ്യാപകമായി നടത്തി. ആദ്യത്തെ സംഘടന നടക്കുന്ന സമയത്ത് അവർ അധികാരത്തിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് സംഘർഷം, അറുകൊല, കൊലപാതകം ഇതൊക്കെ വ്യാപകമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുകയുണ്ടായി. ഞാൻ തലശ്ശേരി താലൂക്കിൽ ഏറ്റവും സംഘർഷമുറ്റി നിൽക്കുന്ന പാനൂർ മേഖലയിലാണ് എൻ്റെ വീട്. അപ്പോൾ ഒരുപാട് തവണ എനിക്കും ഞങ്ങളുടെ മറ്റ് സ്വയം സേവകർക്ക് അനുഭവിച്ചതുപോലെ സാധാരണ പ്രവർത്തകന്മാർക്കുണ്ടായതുപോലെ എത്രയോ തിക്താനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. വളരെ അത്ഭുതകരമായിട്ട് മാർക്സിസ്റ്റ് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മറ്റ് സ്വയം സേവകരെ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തകരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ അനുഭവം വളരെ കുറവായിരിക്കും. ഇതിനേക്കാൾ എത്രയോ കഠിനമായിട്ടുള്ള തിക്താനുഭവങ്ങളുള്ള നിരവധി പ്രവർത്തകന്മാർ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇന്നും നമ്മുടെ സ്വയം സേവകന്മാർ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കിരാതമായിട്ടുള്ള അക്രമങ്ങൾക്ക് ഇരയാവുന്നു. അവരുടെ ഒരു സമാനതയില്ലാത്ത അല്ലെങ്കിൽ അക്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിതുവരെ പൂർണ്ണവിരാമമിടാൻ സാധിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം, മാർക്സിസ്റ്റ് പാർട്ടി ഈ അക്രമം കൊണ്ട് അവരെന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അവർ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. BJPയും സംഘവുമായി ബന്ധപ്പെട്ട എല്ലാ ദേശീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നല്ല സ്വാധീനമുള്ള സംഘടനകളായിട്ട് കണ്ണൂർ ജില്ലയിൽ മാറിയിട്ടുണ്ട്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കാട്ടാക്കടയിൽ BJPയുടെ പ്രചരണം ഏറെ മുന്നേറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച കൃഷ്ണദാസ് മണ്ഡലത്തിൽ ഇതിനകം പലവട്ടം പ്രചരണം പൂർത്തിയാക്കി. ഗൃഹസമ്പർക്കവും ചെറുയോഗങ്ങളുമൊക്കെയായി മണ്ഡലത്തിനെ ഇളക്കി മറിക്കുകയാണ് ഏവരുടെയും പ്രിയങ്കരനായ കൃഷ്ണദാസ് ജി. 40 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. ഈ കടുത്ത വേനലിലും പരമാവധി പ്രവർത്തകരെ നേരിൽ കാണുകയാണ് PK കൃഷ്ണദാസ്. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും അദ്ദേഹം പ്രചരണ ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളിലും ഈ കടുത്ത വേനലിലും അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങി. 2-3 വട്ടമുള്ള പ്രചരണ പരിപാടികൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരം ഇനി കവല പ്രസംഗങ്ങളും കവലയിലെ യോഗങ്ങളുമാണ്. അതിലേക്ക് ഇറങ്ങുകയാണ് PK കൃഷ്ണദാസ്. ഭാരതം തിളങ്ങിടുന്ന പൗരഗാഥ പാടുവാൻ, പ്രാണനിൽ കെടാതെ കാത്ത സമരവീര്യമേകുവാൻ, കണ്ണു രണ്ടും നീതിബോധ പന്തമാക്കുവാൻ, രക്തദാഹികൾക്കു പേടി സ്വപ്നമാകുവാൻ, ഇടതു വലതു മുന്നണി അടിതകർന്നു നിൽക്കവേ പുതിയൊരീണമായി ഭാവമായി കേരളക്കരയ്ക്കു ശാപമോക്ഷമായി കൂരിരുൾ കെടുത്തു മുഗ്രസൂര്യനായി BJP. ചുട്ടുപൊള്ളുന്ന വേനലിലും കാട്ടാക്കടയിലെ പ്രചരണ ചൂടിന് ഒട്ടും കുറവില്ല. നട്ടുച്ചയെന്നോ നട്ടപ്പാതിരയെന്നോ ഭേദമില്ലാതെ മണ്ഡലത്തിലുടനീളം ഓടി നടക്കുകയാണ് സ്ഥാനാർത്ഥി. ഒപ്പം ഓടിയെത്താൻ പലപ്പോഴും പ്രവർത്തകർ പാടുപെടുന്നു. രാത്രി ഏറെ വൈകിയാണ് പലപ്പോഴും പ്രചരണം അവസാനിക്കാറ്. എന്നാൽ ക്ഷീണമൊന്നുമില്ലാതെ പിറ്റേന്ന് കാലത്തും പതിവ് പോലെ കൃഷ്ണദാസ് പ്രചരണത്തിന് തയ്യാർ. നായർ നാടാർ വോട്ടുകൾക്ക് തുല്യ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ജാതി കാർഡ് ഇറക്കിയാണ് ഇടത് വലത് മുന്നണികൾ വോട്ട് പിടിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് സംസ്ഥാനത്തെ വികസന മുരടിപ്പും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് കൃഷ്ണദാസിന്റെ പ്രചരണം. ഇത് ഏറെക്കുറെ ഫലം കാണുന്നുണ്ടെന്നാണ് ആദ്യ ഫലങ്ങൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെയാണ് BJP ഏറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നായി നാളുകൾ കഴിയും തോറും കാട്ടാക്കട മാറുന്നതും.
ചരിത്രം ആവർത്തിക്കില്ലെന്നും ചരിത്രം വഴിമാറുമെന്നും പി കെ കൃഷ്ണദാസ് ഉറച്ചു വിശ്വസിക്കുന്നു. ഒപ്പം കാട്ടാക്കടയുടെ മനസ്സും അങ്ങനെ ചിന്തിച്ചാൽ കാട്ടാക്കട എന്ന പേര് മെയ് 19 ശേഷം തങ്കലിപികളിൽ ചരിത്രം രേഖപ്പെടുത്തും. ഭാരതം തിളങ്ങിടുന്ന പൗരഗാഥ പാടുവാൻ, പ്രാണനിൽ കെടാതെ കാത്ത സമരവീര്യമേകുവാൻ, കണ്ണു രണ്ടും നീതിബോധ പന്തമാക്കുവാൻ, രക്തദാഹികൾക്കു പേടി സ്വപ്നമാകുവാൻ, ഇടതു വലതു മുന്നണി അടിതകർന്നു നിൽക്കവേ പുതിയൊരീണമായി ഭാവമായി കേരളക്കരയ്ക്കു ശാപമോക്ഷമായി കൂരിരുൾ കെടുത്തു മുഗ്രസൂര്യ